ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജു ബോർഡ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാർ വന്നിരിക്കുന്നു. ഇമെയിൽ എങ്ങനത്തെ ഇമെയിലാടാ? ഫോർമൽ ഇമെയിൽ ആട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ മക്കളെ. നമ്മൾ ABC ഏറ്റവും നമ്മൾ കൊടുക്കണം, CC കാർബൺ കോപ്പി കൊടുക്കണം, BCC കൊടുക്കണം, സബ്ജക്റ്റ് കൊടുക്കണം അല്ലേ. അപ്പൊ നമ്മൾ ആർക്കാണോ അയക്കുന്നത് അയാളുടെ അട്ടില്ലേ ABC സ്കൂൾ പ്രിൻസിപ്പൽ @gmail.com. കുഴപ്പമുണ്ടോ? ഇല്ല. നോക്കിക്കോളൂ മക്കളെ. CC പറഞ്ഞ കാർബൺ കോപ്പി, BCC പറഞ്ഞ ബ്ലൈൻഡ് കാർബൺ കോപ്പി. നിങ്ങൾ ചുമ്മാ വരച്ച ഒരു ബോക്സ് ഒക്കെ വരക്കുമ്പോൾ നമ്മൾ മറ്റേ ആൻസർ ഷീറ്റിൽ ഇച്ചിരി കൂടെ സ്പേസ് കൂടുതൽ പോകും കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് കുറേ ആൻസർ ഷീറ്റ് എടുക്കാൻ പറ്റും കേട്ടോ. സബ്ജക്റ്റ് ടു ബ്രിങ് യുവർ അറ്റൻഷൻ ഓൺ അല്ലേ, നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കുന്നു. നമുക്ക് കംപ്ലൈൻറ്റ് ലെറ്റർ ആവാം, അല്ലെങ്കിൽ ഒരു ഫോർമൽ ലെറ്റർ ആവാം. ആ വിഷയം എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ആ വിഷയം ഇവിടെ എഴുതി കൊടുക്കുക. ക്ലിയർ അല്ലേ മക്കളെ? ആ വിഷയം നിങ്ങൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ then everything will be okay. നോക്കിക്കോളൂ നിങ്ങൾ. റെസ്പെക്റ്റഡ് സാർ അല്ലേ, ബഹുമാനപ്പെട്ട അധ്യാപകനെ. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. സോറി, ആ സാറല്ല കേട്ടോ, ബഹുമാനപ്പെട്ടവരെ. I'm sending this mail to bring your attention on a major issue. ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ കത്ത് അയക്കുന്നത്. ഈ മെയിൽ അയക്കുന്നത് കേട്ടോ. We know that your help is very useful in many occasions. നിങ്ങൾ പല അവസരങ്ങളിൽ നിങ്ങളുടെ ഹെൽപ്പ് ഞങ്ങൾക്ക് വളരെ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. So that is the inspiration behind writing this letter. അതുകൊണ്ടാണ് ഈ കത്ത് നിങ്ങൾക്ക് എഴുതാനുള്ള, ഈ മെയിൽ അയക്കാൻ ലെറ്റർ അല്ല കേട്ടോ. ഇവിടെ ഞാൻ മെയിൽ ആക്കിയിട്ടോ, അത് മെയിലാക്കണം. കാര്യം നമ്മൾ മെയിൽ അയക്കുന്നത് ഇത് ഒഫീഷ്യൽ ലെറ്റർ ആണെങ്കിലും ഇതേ സാധനം മെയിലിൽ നിന്ന് കട്ട് ചെയ്ത് എന്താക്കിയാൽ മതി, പറ, ലെറ്റർ ആക്കിയാൽ മതി കേട്ടോ. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് നമ്മൾ എഴുതുമ്പോൾ CC BCC പറഞ്ഞ സാധനമില്ലേ, അത് ഫ്രമും ടൂവും വെക്കേണ്ടി വരും. അത്രേ ഉണ്ടാവുള്ളൂ. കോണ്ടന്റ് തന്നെയാണ് കേട്ടോ. ശ്രദ്ധിക്കുക. To you, I would like to express certain serious issues related അല്ലേ, എന്തിനെ കുറിച്ചാണോ പറയാനുള്ളത് അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ പേപ്പറിന് എടുത്ത് എഴുതുക. നെക്സ്റ്റ് നോക്കിക്കോളൂ. I hope you will consider this email with full of its seriousness. എല്ലാ സീരിയസ്നെസ്സോടും കൂടിയിട്ട് നിങ്ങൾ ഈ ഒരു മെയിലിനെ കൺസിഡർ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുകയാണ്. The main reason behind sending this email, ഈ ഇമെയിലേക്കുള്ള പ്രധാന കാരണം എന്താണെന്നറിയോ? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും നിങ്ങൾ എന്തിനാണ് ഈ മെയിൽ അയക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ആ റീസൺ അവിടെ എഴുതി കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ഡീറ്റെയിൽ കൊടുക്കുകയാണെങ്കിൽ അതും അവിടെ കൊടുത്തതിന് ശേഷം ഐ ബിലീവ് ദാറ്റ് യു ക്യാൻ ബ്രിങ് ദ ഇഷ്യൂ ഇൻ ഫ്രണ്ട് ഓഫ് അതോറിറ്റിയുടെ മുന്നിലേക്ക് ഒരു പ്രശ്നത്തെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആൻഡ് ഓൾസോ യു ക്യാൻ ഓൾസോ ഡു സംതിങ് ഇൻ ദിസ് പ്രോബ്ലം. ഈ പ്രശ്നത്തിന് നിങ്ങൾക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം കേട്ടോ. സോ ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒന്നുകിൽ നീ അല്ലെങ്കിൽ അവർ വിൽ ടേക്ക് എ സീരിയസ് ആക്ഷൻ ഓൺ ദിസ്. അവർ ഒന്നുകിൽ നിങ്ങളോ അല്ലെങ്കിൽ അല്ലേ, ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രിൻസിപ്പൾക്ക് അയക്കുകയാണെങ്കിൽ നിങ്ങളിന്ന് പഠിച്ചാൽ മതി അല്ലേ, അല്ല ഒരു അതോറിറ്റി ആണെങ്കിലോ പറ അവർ അല്ലേ, ദേ വിൽ ടേക്ക് എ സീരിയസ് ആക്ഷൻ ഓൺ ദിസ്. അവർ ഈ ഒരു പ്രവർത്തനത്തിനെതിരെ എന്ത് ചെയ്യും? ഒരു സീരിയസ് ആക്ഷൻ നടപടി എടുക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഐ റിക്വസ്റ്റ് യു, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ടു ലുക്ക് ഇൻ ടു ദിസ് മാറ്റർ, ഈ വിഷയത്തിലേക്ക് നോക്കാൻ, ആൻഡ് ടേക്ക് നെസസറി സ്റ്റെപ്പ്, വേണ്ട സ്റ്റെപ്പ് എടുക്കാൻ ഫോർ ദിസ് ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടിക്രമങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് സാറേ, അപേക്ഷിക്കുകയാണ്. I look forward to hearing from you soon. നിങ്ങളുടെ ഉടൻ ഒരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് yours faithfully vanaja@gmail.com. വനജ നമ്മുടെ ഫേവറേറ്റ് ക്യാരക്ടറാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. So here we go. I hope you all understood what I taught you. This is me, Shafi sir, signing off. Bye bye.